നമസ്കാരം. 10 വർഷം കയ്യിൽ കിട്ടിയിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റാതെ പോയവർ പുതിയ സർക്കാരിനായിരിക്കും ആ ഭാഗ്യം വരുന്നത്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഒരുമാതിരി ബൈപ്പാസ് ഉപയോഗിക്കുന്നവരെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ റോഡിന്റെ കണക്ടിവിറ്റി, പോർട്ട് റോഡ് കണക്ടിവിറ്റി. പലരും അതിൽ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഒരു അഭിപ്രായം അറിയിച്ചിട്ടാണ് അവരതിനു വേണ്ടി ശ്രമിച്ചിട്ടാണ് കടന്നു പോകുന്നത്. അതേസമയത്ത് ഓമനക്കുട്ടൻ അവിടെ നിന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്തു, ചില ട്രക്കുകൾ ഗേറ്റ് കടക്കുകയും തിരിച്ചകത്തോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ട്രയലിന്റെ പ്രതീതി, ഗേറ്റ് തുറക്കാൻ സാധ്യതയുള്ളതിന്റെ ഒരു ട്രയൽ നടക്കുകയാണോ എന്നാണ് അദ്ദേഹം സംശയമുന്നയിച്ചത്. അതേസമയത്ത് ജോണി സ്ഥിരമായിട്ട് ഈ റോഡിന്റെ പുരോഗതി തുടക്കം മുതലേ നോക്കുന്ന ജോണി ഒരു ലൈവ് റിപ്പോർട്ട് അവിടെ നിന്ന് തരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. എനിക്ക് തോന്നുന്നത് ഇതാ ഫൈനലി കംപ്ലീറ്റ് ആയി. ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലെവലിംഗ് റോഡ് കറക്റ്റായിട്ട് ഈ നമ്മുടെ NH ഉള്ള റോഡിലായിട്ട് കറക്റ്റായിട്ട് ലെവലിംഗ് റോഡായിട്ടുണ്ട്. ഫുൾ കംപ്ലീറ്റ് ആയി വർക്ക്. എൻ്റെ വെച്ചിട്ട് നോക്കുന്നെങ്കിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ വെച്ച് നോക്കുന്നെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇത് മാത്രം ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, ഒരു ഗുഡ് ന്യൂസാണ്. കുറേ എത്ര ദിവസം കൊണ്ട് ഇത് നടക്കുന്നത്. ഞാനത് വളരെ മുതിർന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു. ഒരുപാട് തവണ പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഗേറ്റ് തുറക്കുന്നത്. അടുത്തെങ്ങാനും ഉണ്ടാകുമോ, എന്തെങ്കിലും സ്റ്റാറ്റസ് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് മിഡ് മെയ്, പുതിയ സർക്കാരിന്റെ രൂപീകരണം കഴിഞ്ഞ ഉടനെ ഗേറ്റ് തുറക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ആ ഒരു കഥയാണ് ശ്രീ രമേശ് ഇഗ്നേഷ്യസ് പെരേര മെൽബണിൽ നിന്ന് നമുക്ക് നൽകുന്നത്. രമേശ് എനിക്ക് മെൽബണിൽ നിന്ന് ചില വീഡിയോസ് ഒക്കെ അയച്ചു തരാറുണ്ട്. മെൽബൺ പോർട്ട് ഒരു 360 ഡിഗ്രി വരാവുന്ന ഒരു വീഡിയോ അദ്ദേഹം അയച്ചു തന്നു. അത് കണ്ടിട്ട് കഥ തുടരാം. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു കണ്ടെയ്നറിന്റെ പടം അയച്ചു. എന്നെ കുറച്ചു നേരം 360 ഡിഗ്രി ചുറ്റിച്ചു. മെൽബണിൽ ഇരിക്കുന്നയാൾ രമേശ് അയക്കുന്ന ഒരു കണ്ടെയ്നർ എങ്ങനെയാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഒറിജിനേറ്റ് ചെയ്യുക, കൊച്ചിയിലോട്ട് പോവുക, കൊച്ചിയിൽ നിന്ന് വീണ്ടും ട്രിവാൻഡ്രത്തോട്ട് വരിക, ട്രിവാൻഡ്രത്ത് നിന്ന് വീണ്ടും വെലൻസിയ, സ്പെയിനിലെ വെലൻസിയയിലോട്ട് പോകുക. ഞാൻ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക? മെൽബണിലിരിക്കുന്ന ഒരു കണ്ടെയ്നർ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്? ഞാൻ കുറേ സമയം തെരഞ്ഞ് ആകെ വട്ടായി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ തിരിച്ച് രമേശിനോട് ചോദിച്ചു, എന്താണ് ഈ മെൽബണിൽ വെച്ച് തന്നെയാണ് അത് ഷൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഉടനെ എനിക്ക് മറുപടി തന്നു, ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മറുപടി തന്നത്. കണ്ടെയ്നറിന്റെ ഒറിജിൻ അദ്ദേഹത്തിന്റെ സ്വന്തം നാടാണ്, പുത്തൻതോപ്പ് എന്ന് പറയും. തലസ്ഥാനത്തെ നമ്മുടെ ടെക്നോ പാർക്കിന്റെയൊക്കെ പടിഞ്ഞാറായിട്ട് വരുന്ന പുത്തൻതോപ്പ് ഗ്രാമത്തിൽ വെച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എടുത്തിട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തായിരിക്കും. എന്നെ കുറെ നേരം ചുറ്റിച്ചു. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് തുടക്കം. കണ്ടെയ്നർ ട്രിവാൻഡ്രത്ത് നിന്ന് തുടങ്ങി കൊച്ചി വഴി വീണ്ടും ട്രിവാൻഡ്രത്ത് വന്ന് വീണ്ടും വെലൻസിയയിലോട്ട് പോകുന്നു. 22 ദിവസമാണ് ട്രിവാൻഡ്രം കൊച്ചി ട്രിവാൻഡ്രം 22 ദിവസമാണ് നഷ്ടപ്പെടുന്നത്. അതേസമയത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ വെലൻസിയയിലോട്ട് പോകാൻ 25 ദിവസം. യൂറോപ്പിലോട്ട് എത്തേണ്ട സമയമാണ് ഇവിടുന്ന് ട്രിവാൻഡ്രം കൊച്ചി ട്രിവാൻഡ്രം. ഗേറ്റ് തുറക്കരുത് എന്ന് 100 ആവർത്തി പറയുന്നതിന്റെ പിന്നിലുള്ള ചതി, ഇത് മത്സ്യം ആയിരിക്കാം, തീരദേശമല്ലേ, മത്സ്യം കയറ്റുമതി ചെയ്യുന്നതായിരിക്കാം. 22 ദിവസം ഈ പറയുന്ന പെരിഷബിൾ ഗുഡ്സ് ആണ്.
മുഴുവൻ സമയവും ഫ്രീസർ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സാധനം 22 ദിവസമൊക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് കയറി ഇറങ്ങി കിടന്നാൽ എന്ത് വേണമെങ്കിലും എന്നെ സംഭവിക്കാം. എന്തായാലും ആ കഥയാണ് 22 ദിവസം എടുത്ത് ട്രിവാൻഡ്രം, കൊച്ചി, ട്രിവാൻഡ്രം, ഇവിടെ നിന്ന് വീണ്ടും 25 ദിവസം ട്രിവാൻഡ്രം ടു വലൻസിയ. ആ കഥയാണ് രമേശിന്റെ ട്രിവാൻഡ്രം ട്രാക്കത്തോൺ നമ്മളോട് പറയുന്നത്. ഇതൊന്നും കാണാതിരിക്കണേ എന്നുള്ളതാണ് ദിവസവുമുള്ള പ്രാർത്ഥന. പക്ഷേ എന്ത് ചെയ്യാം, സ്നേഹമുള്ള സുഹൃത്തുക്കൾ ഓരോന്ന് അയച്ചു തരും. ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പിന്നെ അതെല്ലാം കണ്ടേ പറ്റുകയുള്ളൂ. ശ്രീ ശശി തരൂർ, അദ്ദേഹം പാർലമെന്റിൽ വരെ ഈ വിഷയം അവതരിപ്പിച്ചു തരാം. 100 കപ്പലുകൾ, നിങ്ങൾ ഒരു കപ്പൽ, ഇവിടെ വരുന്ന MSCയുടേതല്ലാത്ത ഒരു കപ്പൽ നിങ്ങൾ കാണിച്ചു തരിക. 100 കപ്പൽ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്നെന്ന് പറഞ്ഞ് അദ്ദേഹം പാർലമെന്റിൽ വരെ സംസാരിച്ചു എന്നാണ്. ഞാനത് കപ്പൽ മേഖലയിലെ TRVയെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ തരൂരും പറയുന്നുണ്ടല്ലോ, എന്താണ് സത്യം? ഹി ഈസ് മിസ്ഗൈഡഡ്. വെരി സിമ്പിൾ. ഹി ഡസ് നോട്ട് ഗോ ഡീപ്പ് ഇൻ ടു ദ ടോപ്പിക്. മനസ്സിലായല്ലോ? വെറും ചപ്പടാച്ചിയാണ്. ഒരു വിഷയത്തിന്റെ ഡെപ്തിലോട്ട് പോകാൻ കഴിവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ പോകാൻ താല്പര്യമില്ലാത്ത ഒരു മനുഷ്യനാണ് തരൂർ. someone gives him info and he just spices it and presents. എന്തെങ്കിലും ഒരു വിവരം കൊടുത്താൽ അതിന്റെ പുറത്ത് എന്തെങ്കിലും 2 ഫ്ലവറി ലാംഗ്വേജ്, അതിൽ ഉസ്താദാണല്ലോ അദ്ദേഹം. ആർക്കും മനസ്സിലാത്തവരെ ഇംഗ്ലീഷ് കൂടെ ചേർത്തുകൊണ്ട് പൊലിപ്പിച്ച് അവതരിപ്പിക്കാൻ കഴിയും. someone has to put the truth to him and rebut. അത് അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അദ്ദേഹം പറഞ്ഞ തെറ്റാണെന്ന് അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കണം. he has broken this news in parliament too. what a joke. what a joke. തരൂര് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് what a joke. god save our Kerala. ദൈവമേ, ദൈവത്തിന് മാത്രമേ കേരളത്തെ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതുപോലുള്ള അവതാരങ്ങൾ ഇങ്ങനെ പല വേഷങ്ങൾ കെട്ടി ആടുമ്പോൾ സാക്ഷാൽ ദൈവമല്ലാതെ വേറെ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അതിനെക്കുറിച്ച് അദ്ദേഹം കുറെ കാര്യങ്ങളോട് പറയുന്നുണ്ട്. ദിസ് 100 ship gossip, തരൂരിനെ കുറിച്ച് പറയുന്നതാണ്. ദിസ് 100 ship gossip broke out from Manorama channel. Absolute baseless news. It is just to create hype in social media. തരൂരിനെ പോലെ ഒരാൾ ഉപയോഗിച്ച വാർത്തയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്ന ഗോസിപ്പ്, ഹൈപ്പ്. Strait of Hormuz issues has not increased any demand for space ships at INTRV. ഇവിടെ ഒരു തരത്തിലുള്ള ഡിമാൻഡും ഉണ്ടാക്കിയിട്ടില്ല ഹോർമോസിലെ ഈ ഇഷ്യൂ. എവറിത്തിങ് ഈസ് ആസ് നോർമൽ and only MSC ships are visiting regularly as per planned schedules. ശൈലിംഗം നേരത്തെ പറഞ്ഞാണ്, ഈ 1 മാസത്തെയും 2 മാസത്തെയും 3 മാസത്തെയൊക്കെ അവർ ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നേരത്തെ. അതിൽ നിന്ന് അപൂർവമായിട്ട് വരുന്ന മാറ്റം എന്താണ്? ചിലപ്പോൾ ഇവിടെ വരുന്ന കപ്പൽ കൊളംബോ തിരക്ക് കാരണം കൊളംബോയിൽ പോകും, അല്ലെങ്കിൽ കൊളംബോയിൽ തിരക്ക് കാരണം ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മാറ്റിവിടും. ഇതാണ് ആകെ സംഭവിക്കുന്നത്. പിന്നെ പെട്ടെന്ന് സംഭവിക്കുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു രോഗം, ഒരു അപകടം ഉണ്ടായി, ക്രൂ ചേഞ്ച്, അന്നേരം അതൊക്കെ സംഭവിക്കാറുണ്ട്. മറ്റ് കപ്പലുകൾ വരാറുണ്ട്, മെഡിക്കൽ എമർജൻസി എന്ന് പറയും. ഇനി അതിന് അല്ലാതെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു റിപ്പയർ, മെയിൻ്റനൻസ് വേണ്ടി വരുന്നു, കപ്പലിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, അതും സംഭവിക്കാറുണ്ട്. അല്ലാതെ ഈ ഷെഡ്യൂൾ പ്രകാരം അല്ലാതെ ഒരു കപ്പലും ഇവിടെ വരില്ല. 100 പോയിട്ട് ഒരു കപ്പൽ പോലും വരില്ല എന്ന് പറയുന്നിടത്ത് തരൂർ എന്ന് പറയുന്ന മഹാൻ വാതുറക്കുന്നതിൽ 1% പോലും സത്യമില്ല എന്ന് 18ാമത്തെ വർഷം നമ്മൾ ബോധ്യമാവുകയാണ്. ബേസിക്കലി ടു മിസ്ലീഡ് ആൻഡ് മേക്ക് അൺവാണ്ടഡ് ഹൈപ്പ്, rather they should focus to open the gates for normal. ഈ അനാവശ്യമായ ഹൈപ്പ് പറയുന്നിടത്ത് ആ ഗേറ്റ് തുറക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്താൽ നന്നായിരുന്നു എന്നാണ് പ്രൊഫഷണലിന്റെ നിരീക്ഷണവും അഭിപ്രായവും. മനസ്സിലാകുന്നുണ്ടല്ലോ നമ്മുടെ തങ്കപ്പെട്ട തരൂർ MPയെ കുറിച്ചുള്ള അഭിപ്രായം. മിസ്റ്റർ തരൂർ, നിങ്ങൾ ഈ കസേരയിൽ ഇരിക്കാൻ യോഗ്യനാണോ എന്ന് ഇത്തരം ആളുകളുടെ പ്രതികരണങ്ങൾ കേട്ടുകൊണ്ടെങ്കിലും നിങ്ങൾ തീരുമാനിക്കാം. ശ്രീ അനന്തൻ നിള എഴുതുന്നു, ശശി തരൂർ MP, മെമ്പർ ഓഫ് പാൾ, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ല, മെമ്പർ ഓഫ് പാൾ. അടുത്ത വാക്ക് ഞാൻ വായിക്കുന്നില്ല. എനിക്ക് എൻ്റെ അഭിമാനത്തിന്, എൻ്റെ ബോധ്യത്തിന് ആ വാക്കുച്ചരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. സത്യത്തിൽ ഇയാൾ മാധ്യമങ്ങൾ ഊതി വീർപ്പിച്ച വെറുമൊരു ബലൂൺ മാത്രമാണ്. ഇയാൾ കാരണം കഴിഞ്ഞ 18 വർഷമായി തിരുവനന്തപുരം
ഒരു ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഈ മഹാപാപം പാവപ്പെട്ട അനന്തപുരി നിവാസികളോട് നിങ്ങളിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്?